ഒരു പുതിയ വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. കത്ത് വിവാദത്തിൽ നിയമ നടപടിയുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ് മുഹമ്മദ് ഷർഷാദിനെതിരെ പരാതിയുമായി നിയമ നടപടിക്ക് നീങ്ങുന്നത്. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുകയാണ്. ഷീജ, നേരത്തെ TM തോമസ് ഐസക്കും പറഞ്ഞിരുന്നു, ഈ അപകീർത്തിപരമായ വ്യാജ വാർത്തകൾ പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന്. ഇതാ MV ഗോവിന്ദൻ മാസ്റ്ററും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഷർഷാദിനെതിരെ പരാതിയുമായി നിയമ നടപടിയുമായി മുമ്പോട്ട് പോവുകയാണ്. എന്തൊക്കെയാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്? തീർച്ചയായും അജിംഷാദ്, കത്ത് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വലിയ തോതിൽ വാർത്തകൾ പ്രചരിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇതിൽ നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ഇപ്പോൾ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി തീരുമാനിച്ചിരിക്കുന്നത്. MV ഗോവിന്ദൻ മാസ്റ്റർ ഇതിൽ മുഹമ്മദ് ഷർഷാദിനെതിരെ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. പ്രധാനമായും അതായത് വാർത്ത മാധ്യമങ്ങളിലൂടെ 17, 18, 19 തീയതികളിൽ ഈ മാസം ഈ 3 ദിവസങ്ങളിലായി നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ, അതിനെതിരെ തന്നെയാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു മാനനഷ്ട കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, അതിൽ CPIMനെയും CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയെയും CPIM സംസ്ഥാന സെക്രട്ടറിയുടെ മകനെയും അടക്കം മോശപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് മുഹമ്മദ് ഷർഷാദ് പത്രങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും നടത്തിയത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു നിയമ നടപടി. ഇന്നലെ ഇപ്പോ നിയമ നടപടി വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടല്ലേ CPIM ഈ ഷർഷാദിനെതിരെ? തീർച്ചയായും CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ് ഇപ്പോൾ ഷർഷാദിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചത്. തീർച്ചയായും ഇതിലെ വസ്തുതകൾ ഇന്നലെ ഷീജ തന്നെ കൈരളി ന്യൂസ് തന്നെ പുറത്തുവിട്ടതാണ്. 2024 ഇതേ പരാതി ഈ മുഹമ്മദ് ഷർഷാദ് നൽകിയത്. അതിൽ ഗോവിന്ദൻ മാഷിനെയോ മകനെതിരെയോ ഒന്നും ഒരു ആരോപണവും ഇല്ലെന്ന് മാത്രമല്ല, ആരോപണമെല്ലാം മറ്റൊരു സിനിമാ പ്രവർത്തകനുമായി ബന്ധപ്പെട്ട ലണ്ടനിലെ വ്യക്തിയുമായി ബന്ധപ്പെട്ട് മാത്രമായിരുന്നു. എന്നിരിക്കെയാണ് അതേ പരാതിയുടെ പകർപ്പുമായി ഇപ്പോഴെത്തി മാധ്യമങ്ങളിലൂടെ ഈ അലക്ക് നടത്തുന്നത്. ഒരു വ്യക്തതയും ഇല്ലാതെയാണ് മാധ്യമങ്ങൾ പോലും ഈ വിഷയത്തിൽ വാർത്ത നൽകുന്നത്. ആ വാർത്തകൾ നമുക്ക് മാധ്യമങ്ങളിൽ വായിച്ചാൽ മനസ്സിലാവും. യഥാർത്ഥത്തിൽ വക്കീൽ നോട്ടീസ് ഈ മാധ്യമങ്ങൾക്കെതിരെ കൂടി പോകണം എന്ന അഭിപ്രായം പോലും രാഷ്ട്രീയ നിരീക്ഷണ ലോകത്ത് നിന്നുണ്ടായത് നാം കണ്ടിരുന്നു. ഷീജ, തീർച്ചയായും അജിംഷാദ്, കാരണം വലിയ തോതിൽ ഇതിൽ CPIMനെയും CPIMന്റെ മുതിർന്ന നേതാക്കളെയും പ്രത്യേകിച്ചും സംസ്ഥാന സെക്രട്ടറിയെയും സംസ്ഥാന സെക്രട്ടറിയുടെ മകനെതിരെയും ഒക്കെ വലിയ തോതിൽ അപകീർത്തികരമായ രീതിയിലാണ് വാർത്തകൾ ഒരു വിഭാഗം മാധ്യമങ്ങൾ ചമച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2022 സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്ന ഒരു കത്ത്, ആ കത്തിന്റെ പശ്ചാത്തലത്തിലാണ് അതൊരു രഹസ്യ രേഖ എന്ന തരത്തിലൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കത്ത് അത് ഷർഷാദിന്റെ തന്നെ പരാതിയാണ്. ഷർഷാദ് CPIMന് അയച്ച പരാതിയിൽ പറയുന്നത് തനിക്ക് MV ഗോവിന്ദൻ മാസ്റ്ററുമായോ അല്ലെങ്കിൽ CPIMനെതിരെയോ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളോ അവർക്കെതിരെ ഒരു പരാതിയുമില്ല. തനിക്ക് പരാതിയുള്ളത് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ മാത്രമാണ് തനിക്ക് പരാതിയുള്ളത്. അതുകൊണ്ട് മാത്രം രാജേഷ് കൃഷ്ണയ്ക്കെതിരെ നടപടി വേണം എന്നുള്ളത് മാത്രമാണ് തന്റെ ആവശ്യം എന്നുള്ളതായിരുന്നു ആ കത്തിൽ പറഞ്ഞിരുന്നത്. അത് പക്ഷേ 2024 മെയ് മാസത്തിൽ മെയ് 17 അയച്ച കത്തായിരുന്നു. അതും നമ്മൾ കൃത്യമായ രീതിയിൽ ആ കത്ത് സഹിതമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത പുറത്തുവിട്ടുകയും ചെയ്തത്. പക്ഷെ ഇപ്പോഴും ഷർഷാദ് തുടർച്ചയായ രീതിയിൽ മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ പത്രമാധ്യമങ്ങളിലൂടെയും ഷർഷാദ് നടത്തുന്ന പ്രസ്താവനകൾ അതിൽ വലിയ തോതിൽ അപകീർത്തികരമാകുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്ന് കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് വിഷയത്തിൽ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ പറയുന്ന സാഹചര്യത്തിൽ ഇതിൽ നിയമപരമായ രീതിയിൽ മാനനഷ്ട കേസ് തന്നെ നൽകി മുന്നോട്ട് പോകാൻ ഇപ്പോൾ അതിന്റെ ഭാഗമായുള്ള വക്കീൽ നോട്ടീസാണ്, അതിന്റെ പകർപ്പാണ് നമ്മൾ കൈരളി ന്യൂസ് ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഷീജ, തീർച്ചയായും അതിന്റെ പകർപ്പ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ പറയുന്നുണ്ട്, ലീഡിംഗ് മലയാളം പ്രിന്റ് ആൻഡ് വിഷ്വൽ മീഡിയയിൽ വന്നിട്ടുള്ള ഓഗസ്റ്റ് 17, 18, 19 തീയതികളിൽ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, മുഹമ്മദ് ഷർഷാദിന്റെ പ്രസ്താവനകൾ അത് അപകീർത്തികരമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് വസ്തുതകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പ്രസ്താവനയിലൂടെ പറഞ്ഞത്. അത് വലിയ തോതിൽ തെറ്റായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് അതിനെതിരെ ഈ ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചതും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നതും. തീർച്ചയായും. ഇത് മാത്രമല്ല, ഈ ഷർഷാദിനെതിരെ അദ്ദേഹത്തിൻ്റെ ഷെയ്ഡി സ്വഭാവത്തെ വ്യക്തമാക്കുന്ന രീതിയിൽ മുൻ ഭാര്യ, അവർ സിനിമാ സംവിധായികയാണ് അടക്കമുള്ളവരുടെ ഫേസ്ബുക്ക് പോസ്റ്റും വിവരങ്ങളും ഒക്കെ പുറത്തുണ്ട്. കാരണം ഇത്തരത്തിൽ വ്യക്തിഹത്യ ഒരു ശീലമായി എടുത്തിട്ടുള്ള ആളാണെന്ന്. ഇവിടെ CPIM സംസ്ഥാന സെക്രട്ടറിയും മകനെയും ഒരു വസ്തുതയുമില്ലാതെ
ഒരു വിവരങ്ങളുമില്ലാതെ അദ്ദേഹത്തിൻ്റെ തന്നെ മുൻ കത്തുകളിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു വസ്തുതയായിരിക്കുകയാണ് ഇപ്പോൾ ഏതോ ഒരു താല്പര്യത്തിനായി അദ്ദേഹം ഈ രീതിയിൽ പെരുമാറുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ നിയമ നടപടി നീങ്ങുന്നതും. ഷീജ, തീർച്ചയായും ഷർഷാദിന്റെ ഭാഗത്തു നിന്നും ഒരു ഘട്ടത്തിൽ CPIഎമ്മിന് തന്നെ പരാതി നൽകിയ വ്യക്തിയാണ്. ആ പരാതിയിൽ ഒരു ഘട്ടത്തിലും ഒരിടത്ത് പോലും CPIഎമ്മിനെതിരെയോ അല്ലെങ്കിൽ CPIഎമ്മിന്റെ മുതിർന്ന നേതാക്കൾക്കെതിരെയോ ആരോപണം ഉന്നയിച്ചിരുന്നില്ല. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാട് മുഹമ്മദ് ഷർഷാദ് ഈ ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ചിലരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തെറ്റായ രീതിയിൽ കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ വ്യക്തമാകുന്നതും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിഷയത്തിൽ മറ്റു തരത്തിൽ നീങ്ങേണ്ട ഒരു ആവശ്യമില്ല, നിയമപരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു തീരുമാനം CPIഎം കൈക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. തീർച്ചയായും. കാരണം TM തോമസ് ഐസക്കും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞിരുന്നു, ഇത്തരം വ്യാജ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നാൽ ഇനി തുടർന്നാൽ പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് പോകുമെന്ന്. ഇന്നിതാ CPIഎം സംസ്ഥാന സെക്രട്ടറി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഷർഷാദിൻ്റെ വ്യാജ വാർത്തകളിൽ, വ്യാജ ആരോപണങ്ങളിൽ നിയമ നടപടിയിലേക്ക് CPIഎം പോകുന്നു. ഷർഷാദിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു MV ഗോവിന്ദൻ മാഷ്. ഇതിൻ്റെ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ഷീജ നൽകിയത്.